ഈ കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കും. ഈശോയെ വേണ്ട, ഇനി ഇതൊരു പണിയാവും. ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? ചെയ്തോണ്ടിരിക്കല്ലേ, നല്ലോണം പോകുന്നുണ്ട്. ഞാൻ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞോണ്ട് വരാം. അയ്യോ വേണ്ട, അത് ഇരട്ടി പണിയാവും. സ്പ്രിങ് ഫിറ്റിയതുണ്ടോ? പൊള്ളുന്ന ചൂടുണ്ടല്ലോ. എന്ത് പറ്റി ചാണ്ടി ചേട്ടാ? വയറ്റിന്ന് പൊക്കോണ്ടിരിക്കുക. ആരെങ്കിലും പോയി ആ ശിവന്റെ കയ്യിൽ നിന്ന് സാമ്പിള് മരുന്ന് മേടിച്ചോണ്ട് അതാവുമ്പോ കാശ് കൊടുക്കണ്ടല്ലോ. ഡോക്ടർ കണ്ടാ പോരെ? ഡോക്ടറുടെ അടുത്ത് പോണമെങ്കിൽ കാശ് കൊടുക്കണ്ടേ? വേണം. അതിന്റെ അപ്പം കൊടുക്കോ? പറഞ്ഞനുസരിക്കണേ. ഓ, ഒച്ചെടുത്തത് പ്രശ്നമായി. ഓ അയ്യേ. നീ ചീട്ടിട്. ആരാ ഈ നേരത്തെ കെട്ടിയെടുക്കാൻ? നീ പോയി നോക്ക്. എനിക്ക് വയ്യ. എടാ മടിയനായിക്കോ, പക്ഷെ മരമടിയനാവരുത്. നീ ഇവരെ കണ്ടുപിടിക്ക്. ചന്ദ്ര ഒന്ന് പോയി നോക്കണം. എനിക്ക് വയ്യ, നിനക്ക് പോയി നോക്കാലോ. അപ്പൊ മൊത്തത്തിൽ എല്ലാവരും മടിയന്മാരാണല്ലേ? അല്ല, നമ്മളെന്തിനാ അങ്ങോട്ട് പോണത്? യെസ് കമ്മിങ്. അവൻ ഇങ്ങോട്ട് വരും, വന്നില്ലെങ്കിലാ നമ്മൾ അങ്ങോട്ട് പോവും. യവനാ. ചന്ദ്രനേട്ടോ, വയറിളക്കാനുള്ള വല്ല ഗുളിയുണ്ടോ? എന്തിന്? വെറുതെ ഒരു തമാശക്കാ. ആക്കല്ലേ. എടാ എന്നും ഓസിന് മരുന്ന് വാങ്ങാതെ വല്ലപ്പോഴും കാശ് മുടക്കി വാങ്ങിക്കും. ഇപ്രാവശ്യം എനിക്കല്ല, പിന്നെ? ചാണ്ടിച്ചേട്ടനാ. ഓ, അങ്ങനെ. 4 ദിവസമായി പുള്ളി കക്കുസേ പോട്ടെ വയറ് പാറ പോലെ ഉറച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ മരുന്ന് കൊണ്ട് രക്ഷയില്ല. നീ ഒരു കാര്യം ചെയ്യും, ഒരു ഗുണ്ട് വാങ്ങിച്ചാൽ ആശ്രത്തിൽ തിരികെ പൊട്ടിക്കും. നന്നായി കഴിക്കും. തമാശ തമാശ. ഈ കളി ഞാൻ കൊളാക്കേ. ദേ ഇവിടെ റാണിയുണ്ട്, ഇവിടെ ജോക്കറുണ്ട്, ഇവിടെ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടേ. കൊടുത്തു വിടേ. ശല്യം. അങ്ങനെ വഴിക്കുവാ. ഒരെണ്ണം കഴിച്ചാ മതി, ഓവർ ഡോസാ, സൂക്ഷിക്കണേ. ഓക്കേ. കാശ് ചെലവാക്കാതെ മരുന്ന് കിട്ടിയില്ലേ? ഇതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞ 4 എണ്ണം കഴിക്കാൻ ശിവഞ്ഞേട്ടൻ പറഞ്ഞു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ 4 അല്ല 40 എണ്ണം കഴിച്ചു പോകും. ഈ വെള്ളം കൂടെ കുടിക്ക്. 4 എണ്ണമാ ഒരുമിച്ച് കഴിക്കുന്നത്. ശോ, എന്റെ മാതാവേ, കാത്തോളണേ. ഇങ്ങനെ പോയാ ഇത് ഞാൻ കാഞ്ഞു പോവല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ചേ? കുറവുണ്ടെന്ന് തോന്നുന്നോ? കുറവുണ്ടില്ല. അച്ഛാ ഒന്ന് നിന്നേ. ഗ്ലൂക്കോസ് ഒന്ന് നിൽക്കാൻ. എന്റെ ഭർത്താവേ, മാതാവേ. ഇപ്പൊ എങ്ങനെയുണ്ട് ചാണ്ടിച്ചേട്ടൻ സാർ? പേടിക്കാനൊന്നുമില്ല. 2 ദിവസമൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. തിരക്കൊന്നുമില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് വിട്ടാ മതി. അപ്പൊ മായയുടെ ബർത്ത്ഡേ